ഷാഡോ ഓഫ് നേച്ചർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയടയാണ്. അപ്പോൾ ചക്കയട നമുക്ക് കാണാം. അപ്പോൾ അതാണ് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചക്കയട നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കണ്ട ചക്ക വരിക്കച്ചക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ചക്ക കിട്ടിയായിരുന്നു, നമ്മുടെ വീട്ടിൽ ഉണ്ടായ ചക്കയാണ്. അപ്പോൾ നമ്മൾ ആ ചക്കയൊക്കെ വെട്ടി ഇങ്ങനെ റെഡിയാക്കി അതിൻ്റെ ചകിണിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം വൃത്തിയാക്കി സുന്ദരിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ചക്കയട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കി എടുത്ത ശേഷം ഇതിനെ നന്നായി ഇതുപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞങ്ങൾ അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് അരിപ്പൊടിയിൽ ഇത് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ചൂടുവെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച വരിക്കച്ചക്കയും എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്താണ് കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഏലക്ക പൊടിച്ചതെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. എന്നിട്ട് പഞ്ചസാര ആവശ്യത്തിന് എടുക്കുക. കൂടുതൽ എടുക്കേണ്ട, കുറച്ച് മതി. നമ്മുടെ ചക്കയ്ക്ക് മധുരമുണ്ട്. അപ്പോൾ അതിലോട്ട് ചൂടുവെള്ളം ഒഴിക്കുക. നമ്മുടെ അരിപ്പൊടിയിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച ശേഷം അതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയ ശേഷം നമുക്ക് വേണ്ട ചേരുവകളെല്ലാം ഇതിനുള്ളിലോട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പിടുക. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചത് തേങ്ങയും അതുപോലെ ഏലക്കായും എല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് വാഴയിലക്കകത്ത് വെച്ച് നമുക്ക് അടയുണ്ടാക്കിയെടുക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് വയനയില ഇലക്കകത്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് രണ്ടിലും ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വയനയില ഞങ്ങൾ പറിക്കാൻ വന്നതാണ്. അപ്പോൾ വയനയിലയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള വയനയിലയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം മറ്റൊരു സ്ഥലത്തും നിൽപ്പുണ്ടായിരുന്നു, അവിടെ നിന്നും കുറച്ച് ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ പറിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. വയനയിലേക്ക് നമ്മൾ കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് കുഴച്ച് വെച്ചിരിക്കുമായിരുന്നു. അത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇലക്കകത്ത് വെച്ച് പരത്തി റെഡിയാക്കി എടുക്കാം.
2 തരത്തിൽ ഉണ്ടാക്കി എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് പിന്നെ അട പോലെ പരത്തി ഇങ്ങനെ എടുക്കാം. അതുകൂടാതെ തന്നെ നമ്മൾ ഇല കുമ്പിൾ കുത്തി ഇതുപോലെ നമുക്ക് എടുക്കാവുന്നതാണ്. ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് എടുക്കാം, ഒരു കുഴപ്പവുമില്ല കേട്ടോ. എന്തായാലും നമുക്കിതൊരു 4 മണി പലഹാരമായിട്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. ഇതിനകത്ത് പലതരത്തിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാം പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പരത്തി എടുത്തിട്ടുമുണ്ട്, കുമ്പിൾ കുത്തി എടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടയെ നമുക്ക് ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ച് വേവിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഒരു നാടൻ സ്റ്റൈലിലാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെളിയിലാണ് ഇത് വെക്കുന്നത്. നമ്മൾ അടുപ്പൊക്കെ കൂട്ടി ഇഡ്ഡലി കുട്ടമൊക്കെ വെച്ച് വെള്ളമൊക്കെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായ ശേഷം അതിൻ്റെ തട്ടൊക്കെ വെച്ച് നമുക്ക് അതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇഡ്ഡലി കുട്ടകത്തിൽ ആവിയൊക്കെ വന്നു, തിളച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം. അപ്പോൾ നല്ല ആവി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന അട അതിലോട്ട് നിരത്തി വെക്കുക. അതിനുശേഷം അടച്ച് വെച്ച് നന്നായി വേവിച്ച് എടുക്കുക. അപ്പം നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം അരമണിക്കൂറോളം നമ്മൾ വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അട വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കൊന്ന് കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളി, സൂപ്പറാണ്. എങ്കിലും ഞങ്ങൾ എളുപ്പത്തിൽ പണിയാണ്. ഇത് പല രീതിയിൽ അപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എളുപ്പത്തിൽ ഒരു ഇതായിട്ട് പണിയാണ്. എങ്കിലും അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതിനകത്ത് ഒരുപാട് ചക്കകൾ ഇരിപ്പുണ്ട്, നന്നായി വെന്ത് സൂപ്പറായിട്ടുണ്ട്. അപ്പം നമുക്ക് പല വിധത്തിലും വെക്കാം. ഇതുപോലെ അടയായിട്ടും വെക്കാം, ഇതുപോലെ കുമ്പിളപ്പമായിട്ടും വെക്കാം, എങ്ങനെ വേണം വെക്കാം. നിങ്ങളുടെ സൗകര്യം പോലെ വെക്കുക. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 4 മണി പലഹാരമാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ, സീ യു.